ഡൽഹിയിൽ 85% മുസ്ലിങ്ങൾ അധിവസിക്കുന്നൊരു മണ്ഡലമാണ് മുസ്തഫാബാദ്. ഇപ്പോൾ BJP ഡൽഹിയുടെ ഭരണം പിടിച്ചതോടെ ഈ മണ്ഡലത്തിൻ്റെ പേര് മാറ്റാൻ പോകുന്നു കേൾക്കുന്നു. ശരിയാണോ? അത് സിനു അത് കണ്ടത് ഒരു വാർത്തയല്ല അല്ലേ? അതെ, ആ വാർത്ത ഞാൻ വായിക്കാം. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വാർത്തയാണ്. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയതോടെ ആദ്യ നീക്കവുമായി BJP സർക്കാർ. ശ്രദ്ധിക്കണം, BJP സർക്കാർ. ദില്ലിയിൽ BJP സർക്കാരിൻ്റെ ആദ്യ നീക്കം മുസ്തഫാബാദ് മണ്ഡലം ഇനി ശിവപുരി ആണ് വാർത്ത. അത് വായിച്ചിട്ടല്ലേ എന്നോട് ചോദിച്ചത്? അതെ. BJP സർക്കാർ വന്നോ? വന്നില്ല. അപ്പോൾ ഇവരെഴുതിയിരിക്കുന്നത് അധികാരത്തിലെത്തിയതോടെ ആദ്യ നീക്കവുമായി BJP സർക്കാർ. ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി ആരാ? അതിഷി കെയർടേക്കർ സർക്കാർ. കെയർടേക്കർ. അപ്പോൾ പിന്നെ BJP സർക്കാർ ആദ്യ നീക്കവുമായി എന്ന് പറഞ്ഞിരിക്കുന്ന വാർത്ത എന്ത് വാർത്തയാണ്? ഇതിനാണ് പിതൃശൂന്യ വാർത്ത അല്ലേ? അതെ, പിതൃശൂന്യ മാധ്യമ പ്രവർത്തനം. BJP സർക്കാർ വന്നിട്ടില്ല, BJP ജയിച്ചതേ ഉള്ളൂ. അപ്പോൾ തന്നെ ആദ്യത്തെ കുത്തിത്തിരിപ്പ് സിനു പറഞ്ഞതുപോലെ 85% മുസ്ലിങ്ങളുള്ള മണ്ഡലത്തിൻ്റെ പേര് മുസ്തഫാബാദ്. ആ മുസ്തഫാബാദിൻ്റെ പേര് ശിവപുരി എന്ന് മാറ്റാൻ BJP സർക്കാരിൻ്റെ ആദ്യ നീക്കം. BJP സർക്കാർ വന്നിട്ടില്ല. അപ്പം അങ്ങനെ തീരുമാനം ഉണ്ടായില്ലല്ലോ. തീരുമാനം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് ഒരു സത്യത്തിൻ്റെ ഒരു കണികയുണ്ട്. കണിക എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ജയിച്ചിരിക്കുന്ന ആൾ മുസ്തഫാബാദിൽ നിന്ന് വിജയിച്ചത് BJP സ്ഥാനാർത്ഥി മൻമോഹൻ സിംഗ് ബിഷ്ടാണ്. അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിന് അദ്ദേഹത്തിന് 85,215 വോട്ടുകൾ കിട്ടി. 85,215 വോട്ടുകൾ. 85% മുസ്ലിങ്ങളുള്ള മണ്ഡലം. 1,10,000 വോട്ടർമാരവിടെ മുസ്ലിം വോട്ടർമാരുണ്ട്. എന്നിട്ടാണ് 85,000 വോട്ടിന് ജയിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ശരിക്കും മുമ്പൊരിക്കൽ അദ്ദേഹം പണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരുന്നു. മൻമോഹൻ സിംഗ് ബിഷ്ട് പറഞ്ഞിരുന്നു, ഈ മുസ്തഫാബാദിൻ്റെ പേര് എന്ത് ആക്കണം, ശിവപുരി ആക്കണമെന്ന് മുമ്പൊരിക്കൽ അദ്ദേഹം ഒന്ന് പറഞ്ഞിരുന്നു. അത് വെച്ചിട്ട് ഇവരെന്ത് വാർത്തയുണ്ട്, ഒരു കാർഡുണ്ടാക്കി. ഇതാ കണ്ടില്ലേ, പ്രേക്ഷകരെ കാണിക്കാം ക്ലിയറായിട്ട്. കാർഡുണ്ടാക്കിയിട്ട് പറഞ്ഞു, ദില്ലിയിൽ BJP സർക്കാരിൻ്റെ അധികാരത്തിലെത്തിയതോടെ അധികാരത്തിലെത്തിയിട്ടില്ല, ജയിച്ചു, സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല, സർക്കാർ രൂപീകരിച്ചിട്ടില്ല, മുഖ്യമന്ത്രി ആരെന്ന് പോലും തീരുമാനിച്ചിട്ടില്ല. അതിനു മുമ്പ് കേരളത്തിലുള്ള ചില ആളുകളെ അങ്ങ് സുഖിപ്പിക്കാൻ, അവർക്ക് താല്പര്യമുള്ള തരത്തിൽ ഒരു തെറ്റായ വാർത്ത കൊടുത്ത് ഒരു വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് ഈ വാർത്ത എന്ന് പറഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തനം. കേരളത്തിലെ മാധ്യമങ്ങൾ ഒരുപക്ഷെ ശിവപുരി എന്ന് പേര് മാറ്റുമായിരിക്കാം ഭാവിയിൽ, പക്ഷെ മാറ്റിയിട്ടില്ലല്ലോ. സർക്കാരും വന്നിട്ടില്ല. അപ്പം നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് എത്രമാത്രം ബോധമുണ്ട്, അല്ലെങ്കിൽ ബോധമില്ലാതെ നല്ല ബോധത്തോടു കൂടിയാണ് ചെയ്യുന്നത്. കാരണം ഒരു വിഭാഗം ജനങ്ങളിലങ്ങനെ BJPയോട് ഹിന്ദുക്കളോടുള്ള ശത്രുത ഇങ്ങനെ പരമാവധി കൂട്ടാൻ വേണ്ടി ഇവരിങ്ങനെ നിരന്തരം അപ്പം എന്താ അവരുടെ മുദ്രാവാക്യം ഉണ്ടല്ലോ, 30 വർഷമല്ലേ അല്ലേ, എന്താണ് നേര് നയിച്ച 30 വർഷം എന്നുള്ള ഒരു ലോഗോയൊക്കെ കാണിച്ചിട്ടാണ് വാർത്ത കൊടുക്കുക. നേര് നയിച്ച 30 വർഷത്തിൻ്റെ ഭാഗമായി ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഏഷ്യാനെറ്റെ? കാരണം അങ്ങനെ സർക്കാർ വന്നിട്ടുമില്ല. സർക്കാരിൻ്റെ ആദ്യ തീരുമാനം എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്. നമ്മളുണ്ടാക്കിയതല്ല. ഈ കാർഡ് പ്രേക്ഷകർ കാണണം. ഇങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്നത്. ഈ മുസ്തഫാബാദ് മണ്ഡലത്തെക്കുറിച്ചൊന്ന് അറിയണം. മുസ്തഫാബാദ് മണ്ഡലം ഈ പറഞ്ഞ പോലെ 1.15 ലാഖ് 1,15,000 മുസ്ലിം വോട്ടർമാരുണ്ട്. അവിടെ 85% വോട്ടർമാരും മുസ്ലിമുകളാണ്. ആ മണ്ഡലത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. മൻമോഹൻ സിംഗ് ബിഷ്ട് BJP സ്ഥാനാർത്ഥിയായിരുന്നു. അദിത് അഹമ്മദ് എന്ന് പറഞ്ഞ ഒരു ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. പിന്നെ അസുദ്ദീൻ ഒവൈസി ഉണ്ടല്ലോ, അറിയാമോ? 15 മിനിറ്റ് പട്ടാളം മാറി നിന്ന ഹിന്ദുക്കളെ മുഴുവൻ ശരിയാക്കി തരാൻ പറഞ്ഞ ആൾ. അയാളുടെ AIMMൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, മുഹമ്മദ് താഹിർ ഹുസൈൻ. ചില്ലറ പുള്ളിയൊന്നുമല്ല അദ്ദേഹം. ശരിക്കും AIMൻ്റെ സ്ഥാനാർത്ഥിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. AIMMൻ്റെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. സുപ്രീം കോടതിയിലെ സ്ഥാനാർത്ഥിയായിരുന്നു. രാവിലെ TG അങ്ങനെ പറഞ്ഞത്. സുപ്രീം കോടതി നിർത്തിയ 2 സ്ഥാനാർത്ഥികളും തോറ്റുപോയത്, ഒന്ന് കെജ്രിവാളും ഒന്ന് താഹിറും. കാരണം 2 കെജ്രിവാളിൻ്റെ കേസ് വന്നപ്പോൾ കെജ്രിവാളിന് ജാമ്യം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പറ്റത്തില്ല, ജാമ്യം കിട്ടിയേ പറ്റുള്ളൂ. ജാമ്യത്തിൽ പോയി പ്രചരണം നടത്തിക്കുമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി കെജ്രിവാൾ ചോദിക്കാത്ത ജാമ്യം കൊടുത്തു വിട്ടതാണ്. അതോടുകൂടി അയാൾ തോറ്റുപോയി ഇലക്ഷൻ. അയാളുടെ പാർട്ടിയും മണ്ടാറിറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് താഹിർ വെറുതെ നിസ്സാരക്കാരനൊന്നുമല്ല. അയാൾ ഡൽഹി കലാപം ഉണ്ടായില്ലേ, CAAയുടെ പേരിലുണ്ടായ കലാപത്തിൻ്റെ അന്ന് അതിൻ്റെ സൂത്രധാരനായിരുന്നു ഈ മുഹമ്മദ് താഹിർ ഹുസൈൻ. ഇയാൾ അവിടെ ദില്ലി ഒരു ഇൻ്റലിജൻസ് ഓഫീസർ IB ഓഫീസറായ അങ്കിത് ശർമ്മ എന്ന് പറഞ്ഞ ഒരാളെ
കൊന്നു എന്ന് പറഞ്ഞാൽ അങ്കിത് ശർമ്മ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഉദ്യോഗസ്ഥൻ അവിടെ എന്താ നടക്കുന്നതൊക്കെ അറിയാനായിട്ട് അവിടെ നിൽക്കുകയാണ്. ഇയാൾ IB ഉദ്യോഗസ്ഥനാണെന്ന് തിരിച്ചറിഞ്ഞ് അയാളെ അടിച്ച് താഴത്തിട്ട് നിലത്തൂടെ വലിച്ചഴിച്ച് കൊണ്ടുപോയി കാനയിൽ ചവിട്ടിത്താഴ്ത്തി അടിക്കുകയും വെട്ടുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം കാനയിൽ ചവിട്ടിത്താഴ്ത്തി കൊന്നത് ഈ ഹുസൈനും സംഘമാണ്. അതിൻ്റെ പേരിൽ ഇയാൾക്കെതിരെ കേസ് വന്നു. കേസ് വന്നിട്ട് കോടതി പറഞ്ഞത് ഡൽഹി ഹൈക്കോടതി പറഞ്ഞു ഇയാൾ ഇതിൻ്റെ ഗൂഢാലോചനയും സൂത്രധാരനും മാത്രമല്ല സജീവ കലാപകാരിയാണ്, ആക്റ്റീവായിട്ട് റൈറ്റിൽ പങ്കെടുത്ത ആളാണെന്ന് വരെ പറഞ്ഞിട്ടാണ് ഹൈക്കോടതി ഇയാൾക്ക് ജാമ്യം നിശ്ചയിച്ചത്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? സുപ്രീം കോടതി പോയി. എന്നിട്ട് എനിക്ക് ഇലക്ഷന് മത്സരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സുപ്രീം കോടതി നീ ഇലക്ഷൻ മത്സരിക്കാൻ പോകണം, കാരണം ഇത്രയും പ്രധാനപ്പെട്ട കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗം, തീവെപ്പ്, അക്രമം ഒക്കെ കേസിലെ പ്രതിയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉറപ്പായിട്ട് അസംബ്ലി പോകണമല്ലോ. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു കൊള്ളാം ഹുസൈൻ, താഹിർ ഹുസൈൻ ഒരു കാര്യം പോയി മത്സരിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് ജാമ്യം, ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടി ജാമ്യം കൊടുത്തു. അയാൾ പോയി ഓടി നടന്ന് പ്രചാരണമൊക്കെ നടത്തി തോറ്റുപോയി. അപ്പോൾ അങ്ങനെ വന്ന ആളാണ് താഹിർ ഹുസൈൻ. അപ്പോൾ ഈ പറയുന്ന നോക്കൂ, ഇതൊക്കെ ദില്ലിയിലെ ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ദില്ലിയിലെ ആളുകൾ ഈ പറഞ്ഞ പോലെ മുസ്ലിം വിരോധം കുറേ കാലമായി മുസ്ലിങ്ങൾക്ക് ഇടയിൽ BJP എന്ന് വന്നാൽ എന്തോ കുഴപ്പമാണെന്നുള്ള ഒരു പ്രചാരണം കുടുംബിരിക്കൊണ്ട് നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. പക്ഷെ വടക്കേ ഇന്ത്യയിലെ മുസ്ലിമുകൾ അങ്ങനെയല്ല, അവർ സത്യം തിരിച്ചറിയുന്നു എന്നതിൻ്റെ ഉദാഹരണം. അല്ലെങ്കിൽ 85% മുസ്ലിങ്ങളുള്ള ഒരു സ്ഥലത്ത് എങ്ങനെ BJP സ്ഥാനാർത്ഥി ജയിക്കും? ഒരിക്കലും അവിടെ നിന്ന് ജയിച്ചു വരാൻ സാധ്യതയില്ല. 85,215 വോട്ട് BJP സ്ഥാനാർത്ഥി കിട്ടി. ആം ആദ്മി സ്ഥാനാർത്ഥിക്ക് എത്ര കിട്ടി? 67,637 വോട്ട് കിട്ടി. ഈ താഹിർ ഹുസൈന് 33,479 വോട്ട് കിട്ടി. ഇപ്പോൾ ഇനി പറയാൻ പോകുന്നൊരു കാര്യം, അത് രണ്ടും കൂടെ സ്പ്ലിറ്റായി പോയതുകൊണ്ടാണ്. അതായത് AAPയുടെയും കോൺഗ്രസിൻ്റെയും വോട്ട് അല്ല AAPയുടെയും മറ്റേ AIMMൻ്റെ വോട്ട് സ്പ്ലിറ്റായി പോയതുകൊണ്ട് കിട്ടി. അതുകൊണ്ടാണ് ജയിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഡൽഹി ഇലക്ഷനെ കുറിച്ച് പറയുന്നത് ഇന്നലെ മാതൃഭൂമി പത്രത്തിൽ കണ്ടു കേട്ടോ. മാതൃഭൂമിയിൽ ആപ്പിനെ തൂത്തുവാരി കളഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന ചിത്രം വലിയ വിവാദമായിരുന്നു. കാരണം മോദി ഇങ്ങനെ ഒരു വാക്വം ക്ലീനർ കൊണ്ട് ക്ലീൻ ചെയ്യുന്നു, അതിലേക്ക് ഇങ്ങനെ പറന്ന് വരികയാണ് വോട്ടിന് കാണിച്ചിരിക്കുന്ന സ്വസ്തിക ചിഹ്നമാണ്. സ്വസ്തിക ഉള്ള കടലാസുകൾ പറന്നു വരുന്നു എവിടെ? തൂത്തുവാരുന്ന മെഷീനകത്തേക്ക്. സ്വസ്തിക എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ പവിത്രമായ ഒരു ചിഹ്നമാണ്. വീടുകളിലൊക്കെ ഐശ്വര്യത്തിന് വേണ്ടി സ്വസ്തിക വരച്ചു വെക്കും. അത് ചിലപ്പോൾ വേണം പറയാം വോട്ട് ചെയ്യുന്നതിൻ്റെ അടയാളമാണെന്ന് പറയാം. ഈ നാസിക്കാരെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണോ? എന്തായിരിക്കാം. ഏതായാലും അങ്ങനെ ഒരു കാർട്ടൂണാണ് ഗോപികൃഷ്ണൻ വരച്ച് മാതൃഭൂമി കൊടുത്തത്. അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിരുന്നു 20 സീറ്റിൽ BJPക്ക് കിട്ടിയ വോട്ടും കോൺഗ്രസിൻ്റെ വോട്ടും ആം ആദ്മി പാർട്ടിയുടെ വോട്ടുകൂടെ കൂട്ടിയാൽ BJP തോറ്റുപോകുമായിരുന്നു. BJP കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ മുകളിൽ വരുമായിരുന്നു. അതിന് തൊട്ട് മുമ്പ് അങ്ങനെയാണെങ്കിൽ BJP ആം ആദ്മിയും കൂടെ അല്ലേ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഒന്നിച്ച് മത്സരിച്ചത്? അതെ. എന്നിട്ട് ജയിച്ചില്ലല്ലോ. അപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ ഉള്ള പൊതുവെയുള്ള വികാരം എന്താണെന്നറിയോ? ഡൽഹിയിൽ കോൺഗ്രസ് വിരുദ്ധ മനോഭാവമാണ്. ഡൽഹിയിലുള്ളത്. അപ്പോൾ അവർ ഓപ്റ്റ് ചെയ്യുന്നു കോൺഗ്രസിന് ബദൽ ആരാണ്? ആപ്പ് വേണോ BJP വേണം തീരുമാനിക്കുന്നു. ആപ്പിനെയാണ് അവർ ഓപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? ഇത്രയും കാലം ആപ്പിന് വേണ്ടിയിട്ട് അവർ ചിന്തിച്ചു. പക്ഷേ ആപ്പ് എന്ന് പറയുന്നത് ഒരു ഫേക്ക് പ്രസ്ഥാനമാണെന്നും ഫ്രോഡാണെന്നും അവർ തിരിച്ചറിഞ്ഞപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി BJPയിലേക്ക് മാറി. ഇനി ഇത്രയും വലിയ അഴിമതിയുള്ള തട്ടിപ്പുകാരായ ആപ്പിൻ്റെ കൂടെ കോൺഗ്രസ് നിന്നാൽ ഞാൻ കരുതുന്നത് ചിലപ്പോൾ 70 സീറ്റിലും BJP ജയിക്കുമായിരുന്നു. അതാണ് അതിൻ്റെ ശരിയായ വിലയിരുത്തൽ എന്ന് തോന്നുന്നു. അല്ലാതെ അവർ രണ്ടുപേരൂടെ ചേർന്നത് കൊണ്ടാണ്. രണ്ടുപേരും ചേർന്നിട്ട് എത്ര കിട്ടി? 4-5 മാസം കഴിഞ്ഞല്ലോ പാർലമെൻറ്റ് ഇലക്ഷനിൽ. അപ്പോൾ BJPയുടെ ഒരു വിജയം ചെറുതാക്കി കാണിക്കാൻ വേണ്ടി പറയുന്ന ഓരോ നറേഷൻസാണ്. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞത്, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനി എങ്ങനെ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ട് ദില്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ക്ഷീണം മറയ്ക്കാൻ വേണ്ടി പുതിയ പുതിയ കഥകൾ ഉണ്ടാക്കുകയാണ്. ആ കഥയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്നൊരു പങ്കാണ് ശിവപുരി എന്നുള്ള കഥ. ശിവപുരി എന്നുള്ള പേര് മാറ്റിയേക്കാം നാളെ. പക്ഷേ BJP സർക്കാരും വന്നിട്ടില്ല. ആദ്യ തീരുമാനം BJP സർക്കാർ എടുത്തു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുമ്പോൾ ഈ പറയുന്ന ആളുകളുടെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് ആലോചിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ആ വാർത്തയുടെ കാർഡും അവിടുത്തെ പിന്നെ ഇലക്ഷനിൽ അവിടെ വോട്ട് മുസ്തഫാബാദ് എന്ന് പറയുന്ന മണ്ഡലത്തിൽ 85% മുസ്ലിങ്ങളുള്ള മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി ജയിച്ചു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ. കാരണം ഇത് രണ്ടും കൂടെ കൂട്ടിയാലും 1.5 ലക്ഷം ആയില്ല. 1.5 ലക്ഷം മുസ്ലിം 1.25 ലക്ഷം മുസ്ലിം വോട്ടുകളുണ്ട്. അതിലൊരു 10-30,000 വോട്ടെങ്കിലും ആർക്ക് കിട്ടിയിട്ടുണ്ട്? BJP സ്ഥാനാർത്ഥി കിട്ടിയിട്ടുണ്ടെന്നാണ് ഈ കണക്കുകൾ പറയുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് BJP ഇപ്പോഴും തൊട്ടുകൂടാത്ത പാർട്ടിയല്ല വടക്കേ ഇന്ത്യയിലെങ്കിലും. കേരളത്തിൽ പക്ഷേ BJP വന്നാൽ എന്തോ സംഭവിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തുകയാണ്. കേരളത്തിലും ഇന്നല്ലെങ്കിൽ നാളെ മുസ്ലിമുകൾക്ക് മനസ്സിലാവും BJP വന്നാൽ
കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ചു, കേരളത്തിലെ പ്രധാനപ്പെട്ട മുസ്ലിം മത സംഘടനകളുണ്ടല്ലോ, ഇപ്പോൾ മുസ്ലിം ലീഗ് RSSനെതിരെ എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. മോഹൻ ഭഗവതിനെതിരെയോ നരേന്ദ്രമോദിക്കെതിരെയോ ലീഗ് എന്തെങ്കിലുമൊക്കെ ആക്ഷേപം ഉയർത്തിയായിട്ട് ഞാൻ കിട്ടിയിട്ടില്ല. ഇപ്പോൾ കാന്തപുരത്തിനെ പോലെയുള്ള ആളുകളുണ്ടല്ലോ, അവർ RSSനെ വിമർശിക്കാറുണ്ടോ? ഇല്ല. പ്രധാനമന്ത്രി വിമർശിക്കാറുണ്ടോ? ഇവർക്കെല്ലാം കാര്യം അറിയാമായിരുന്നിട്ടും അങ്ങനെയല്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ വാർത്ത എഴുതുന്ന ആളുകളെ പോലെയുള്ള ബഹുമാന്യ ജേർണലിസ്റ്റുകളാണ്. അത് നമ്മൾ പറയാതെ വയ്യ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.